ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്താണിത് തമ്മിലുള്ള വ്യത്യാസം? ഈ സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എല്ലാ ഇൻഡസ്ട്രിയിലും ഈ സപ്ലൈ ചെയിൻ ഉണ്ടോ, ഈ ലോജിസ്റ്റിക്സിൻ്റെ ആവശ്യം ഉണ്ടോ? അപ്പോൾ എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത്, സപ്ലൈ ചെയിൻ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയും ഇല്ല. സപ്ലൈ ചെയിൻ ഉള്ളതുപോലെ തന്നെ ലോജിസ്റ്റിക്സും അത്യന്താപേക്ഷിതമാണ്. ലോജിസ്റ്റിക്സും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയും ഇല്ല. അത് ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇ കോമേഴ്സ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഫുഡ് ആൻഡ് ബെവറേജ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം സാധനം ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ സാധനം ഉൽപ്പാദിപ്പിക്കേണ്ട റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംബിൾ ചെയ്യേണ്ട കമ്പോണൻസ് അത് സപ്ലൈ ചെയ്യുന്നവരിൽ നിന്നും മാനുഫാക്ചറുടെ അടുത്തെത്തണം. ആ മാനുഫാക്ചറുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അത് പ്രൊഡക്ഷന് വിട്ടുകൊടുക്കണം വെയർഹൗസിൽ നിന്നും. പിന്നെ അത് പ്രോഡക്റ്റായിട്ട് തിരിച്ച് വെയർഹൗസിൽ വരണം. വെയർഹൗസിൽ വന്നു കഴിഞ്ഞാലോ പിന്നെ അതെന്ത് ചെയ്യണം? അതിൻ്റെ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അതിന് അട്രാക്റ്റീവായിട്ടുള്ള പാക്കിങ്ങും ലേബലിങ്ങും ഒക്കെ നൽകി അത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. മാർക്കറ്റിങ്ങിൽ നിന്നും പിന്നെ അതെന്താ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടറിലേക്കും ഹോൾസെയിലറിലേക്കും റീറ്റെയിലറിലേക്കും നമ്മളെപ്പോലെയുള്ള എൻഡ് യൂസർ കസ്റ്റമറിലേക്കോ കൺസ്യൂമറിലേക്കോ ഒക്കെ എത്തിച്ചേരണം. അപ്പോൾ ഇതൊരു ചെയിനാണ്. ആ ചെയിൻ എന്ന് പറയുന്നത് പല പാർട്ടികളുടെ കണക്റ്റഡ് നെറ്റ്വർക്കാണ്. കണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻസ്, റിസോഴ്സസ്, ആക്ടിവിറ്റീസ്, ടെക്നോളജീസ് ആൻഡ് സെയിൽ ഓഫ് എ പ്രോഡക്റ്റ്, അല്ലേ? അപ്പോൾ ഇതിൽ ഈ പാർട്ടികളെല്ലാം ഉണ്ട്. ഓരോരുത്തരും അവരുടെ സ്ഥാനത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ എത്തത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സാധനങ്ങളെ എവിടെ നിന്നാണോ അവിടെ നിന്ന് ആവശ്യക്കാരൻ്റെ അടുത്തേക്ക് എത്തിക്കുമ്പോഴാണ് അതിനെ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോ മെറ്റീരിയൽ സപ്ലയേഴ്സ് ആ റോ മെറ്റീരിയൽ മാനുഫാക്ചറിൻ്റെ അടുത്ത് എത്തിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് ഹൗസിങ്ങിൻ്റെ ആവശ്യം വന്നാൽ അത് വരുന്നുണ്ട്, അല്ലേ? അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ സെമി ഫിനിഷ്ഡ് അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോസസ് ഇൻവെൻട്രിയോ ഫിനിഷ്ഡ് ഗുഡ്സോ ആയിട്ട് പിന്നെ അത് എന്ത് ചെയ്യണം? ഫാക്ടറി ഹൗസിൽ നിന്നും ഹോൾസെയിലറിലേക്കും റീറ്റെയിലറിലേക്കും എൻഡ് യൂസറിലേക്കും ഒക്കെ അവരവരുടെ സ്ഥലങ്ങളിൽ എത്തിക്കണം. അപ്പോൾ ലോജിസ്റ്റിക്സ് അത്യന്താപേക്ഷിതമാണ്. ചുരുക്കത്തിൽ നമുക്ക് പറയാം, എന്താണ് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിങ് എ റോ മെറ്റീരിയൽ ഇൻ ടു പ്രോഡക്ട്സ് ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു കസ്റ്റമേഴ്സ് ഓർ കൺസ്യൂമേഴ്സ്. അതാണ് സപ്ലൈ ചെയിൻ, അല്ലേ? The movement of product, the movement of materials in the supply chain, നമുക്ക് എന്തെന്ന് പറയാം? ഈസ് ലോജിസ്റ്റിക്സ്. തുടർന്നുള്ള വീഡിയോകൾ കാണുക. വിശദമായി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും.